ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പം ഉണ്ടാക്കാം. ഒരു 5 പഴം ഞാൻ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുക്കാൽ കപ്പ് ശർക്കര, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പഴം മിക്സിയിൽ ചെറുതായിട്ട് അരിഞ്ഞിടുക, അതിനുശേഷം ഒന്ന് അടിച്ചെടുക്കണം. പാളയംതോടൻ പഴമാണ് ഇതിന് നല്ലത്. പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ഇട്ടതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കുക. അപ്പം ഇതിലേക്ക് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം. ആ അടിച്ചെടുത്ത മാവാണ് ഇത്. കുട്ടികളൊക്കെ 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ആ പഴം അടിച്ചത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. അതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും, ഒരു 1/2 കപ്പ് തേങ്ങ മതി, തേങ്ങയും ആ ശർക്കരയും കൂടെ ഇട്ട് ഒന്ന് അടിച്ചതിന് ശേഷം പഴവും കൂടെ ആ മാവിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചെടുത്ത് വെച്ച പഴവും ശർക്കരയും കൂടെ തേങ്ങയും കൂടെ ചേർത്ത് അടിച്ചെടുത്ത മാവ്, അടിച്ചെടുത്ത മിക്സ് അതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കണം. അപ്പം ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. അതും നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നേരത്തെ തന്നെ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് എണ്ണ തിളച്ച് വരും. നോക്കി, എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക്, നമുക്ക് പ്രത്യേക ഷേപ്പൊന്നുമില്ല, നമ്മളെന്നാലും ഒരു നെയ്യപ്പത്തിൻ്റെ ഷേപ്പിൽ ഞാൻ കൈകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മുക്കിയതിന് ശേഷം ആ എണ്ണയിൽ, തിളച്ച എണ്ണയിലേക്ക് ഇട്ട് എടുക്കുവാണ്. അപ്പം 3-4 എണ്ണ ഒരുമിച്ച് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ടെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല ഇത്, കാരണം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒഴിച്ച എണ്ണ 3/4 ഭാഗത്തോടോ ആ ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എണ്ണ അധികം പിടിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന നെയ്യപ്പം ആണെങ്കിൽ കൈകൊണ്ട് തൊടുമ്പം തന്നെ എണ്ണമയമാണ്. നോക്കിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് നെയ്യപ്പം തയ്യാറായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരെണ്ണമാണ്. നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഒരു സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.